അഹങ്കാര രാഷ്ട്രീയത്തിന്റെ മേലങ്കി ധരിക്കുന്നവരെ സഹിക്കാനുള്ള ബാധ്യത പൊതുജനത്തിനില്ല. കാളവണ്ടി യുഗം കഴിഞ്ഞിട്ട് കാലം കുറയായെന്ന് സഖാവ് ഓർക്കണം. മാടമ്പിത്തരത്തിന്റെ മാസ്റ്റർ പീസാണ് വിജയരാഘവന്റെ പ്രസംഗമെന്നും ദീപിക വിമർശിക്കുന്നു. പൊതുവഴി അടച്ചുള്ള CPM സമ്മേളനം ന്യായീകരിച്ചത് തികഞ്ഞ പരാജയഭാഷ്യമാണ്. ചില തോന്യാസങ്ങളൊക്കെ നേതാക്കൾ കാണിക്കും. ജനം ഇതൊക്കെ സഹിക്കണം, അല്ലെങ്കിൽ മരിക്കണമെന്നാണോ പറയുന്നത്? എന്തൊരു ധാർഷ്ട്യമാണിതെന്നും കത്തോലിക്ക മുഖപത്രത്തിൽ പറയുന്നുണ്ട്. നിയമസഭാ മേശപ്പുറം നൃത്തമാടാനുള്ളതാണെന്ന് കരുതുന്നവരുടെ രാഷ്ട്രീയ മനസ്സ് ഇനിയും ഇരുണ്ട യുഗത്തിന്റെ തമസിൽ തപ്പിത്തടയുകയാണെന്ന് പറയേണ്ടി വരും. വിജയരാഘവൻ അറിഞ്ഞോ അറിയാതെയോ തൊലിയുരിഞ്ഞു പോകുന്ന സെൽഫ് ഗോൾ തന്നെയാണ് പാർട്ടിയുടെ ഗോൾ പോസ്റ്റിൽ അടിച്ചു കയറ്റിയിരിക്കുന്നതെന്നും ലേഖനം വിമർശിക്കുന്നു. കാറിൽ യാത്ര ചെയ്യുന്ന ആളുകൾ വിനോദയാത്രയ്ക്ക് പോകുന്നവരാണെന്നാണ് വിജയരാഘവൻ ധരിച്ചു വച്ചിരിക്കുന്നത്. ജീപ്പും കാറും ആംബുലൻസും ഫയർഫോഴ്സും ഒക്കെയായി 25 വാഹനങ്ങളുടെ അകമ്പടിയായി നാട്ടുകാരെ ചിതറിച്ചു പായുന്ന സ്വന്തം നേതാവ് ഭരിക്കുന്ന നാട്ടിൽ ഇത്തരം പ്രസ്താവനകൾ നടത്താൻ ലജ്ജയില്ലേതും ലേഖനത്തിൽ പരിഹസിക്കുന്നു. കുന്നംകുളം ഏരിയ സമ്മേളനത്തിലെ വിജയരാഘവന്റെ വിചിത്ര ന്യായീകരണം വലിയ ചർച്ചയായിരുന്നു. കാറിൽ പോകേണ്ട കാര്യമുണ്ടോ? നടന്നു പോകുമായിരുന്നല്ലോ. റോഡിൽ പൊതുയോഗം വെച്ചതിന് സുപ്രീം കോടതിയിൽ പോവുകയാണ്. വലിയ പബ്ലിസിറ്റി കിട്ടുമെന്നൊക്കെയാണ് വിചാരം. അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാമില്ലേ എന്നായിരുന്നു വിജയരാഘവന്റെ ന്യായീകരണം. സീ മലയാളം ന്യൂസ്, കൊച്ചി, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.